അല്ല വണ്ടി ഷെയ്ക്ക് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് റീത്ത ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവർ പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ വഴി വളരെ ഹൈവേ എന്നൊക്കെ മാറിയിട്ട് മണ്ണ് വഴിയിൽ കൂടിയാണ് ഇപ്പോൾ, റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചുറ്റും നോക്കിയപ്പോൾ വളരെയധികം അവർ ഭയപ്പെട്ടു. കാരണം ഇടതൂർന്ന വനങ്ങളാൽ തിങ്ങിയ ഒരു വഴിയിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം കാടിൻ്റെ ആ വന്യതയും വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ സൈഡിൽ നിൽക്കുന്ന ചെറിയ ചെറിയ ജീവികളെ കാണുമ്പോൾ അതിൻ്റെ കണ്ണുകൾ മാത്രമാണ് പ്രകാശിക്കുന്നത്. അതെന്ത് ജീവിയാണെന്ന് പോലും അറിയാൻ മേല. അപ്പം അങ്ങനെ ആ കാടിൻ്റെ വന്യതയിൽ കൂടി വീണ്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീത്ത പെട്ടെന്ന് ആൽബർട്ടിനോട് ചോദിച്ചു, ആൽബർട്ട് എന്താണ് സംഭവിച്ചത്? നമ്മൾ എത്തിയില്ലേ, എത്താറായില്ലേ ഇതുവരെ? അപ്പോൾ ആൽബർട്ട് റീത്തയോട് പറയുകയാണ്, വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. 2011 മാർച്ച് 19 രാവിലെ 6 മണി സമയം. കാനഡയിലെ പെൻറ്റഗൺ എന്ന് പറയുന്നതായ മനോഹരമായ സ്ഥലം. അവിടെ ഒരു ചെറിയ വീടിൻ്റെ മുൻപിൽ 2000 മോഡൽ ഷെവർലെ ആസ്ട്രോ വാനിൽ ഒരു മനുഷ്യൻ അതിൻ്റെ സ്റ്റീറിങ്ങിൽ താളം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വളരെ ഗഹനമായിട്ട് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അകത്തുനിന്നും ഏകദേശം മധ്യവയസ്സിനോടടുത്ത പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അല്ല ആൽബർട്ട്, താങ്കൾ എന്താ എന്നെ ഒന്നൊന്നും സഹായിക്കാത്തത്? നമ്മളൊരു ലോങ് ജേർണിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയല്ലേ. ആ സമയത്ത് താങ്കൾ ഇവിടെ ഇരുന്നു കൊണ്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? പക്ഷേ അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റു പല കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ വീണ്ടും അകത്തേക്ക് കടന്നുപോയി. അവർ തിരക്കിട്ട് എന്തൊക്കെയോ പായ്ക്ക് ചെയ്യുകയാണ്. അവർ കുറച്ച് മിഠായികൾ പായ്ക്ക് ചെയ്യുന്നുണ്ട്, വസ്ത്രങ്ങൾ പായ്ക്ക് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അവരെങ്ങോ ഒരു ദൂര യാത്രയ്ക്ക് വേണ്ടിയുള്ള തിരക്കിട്ടുള്ള ഒരുക്കമാണ്. പെട്ടെന്ന് അവരെന്തോ ചിന്തിച്ചിട്ട് ഓടിച്ചെന്ന് 2 പില്ലോയും ബെഡ്ഷീറ്റും എല്ലാം എടുത്തുകൊണ്ട് വേഗം വെളിയിലേക്ക് വരികയും ആ കാറിലേക്ക് ഇടുകയും ചെയ്തു. അപ്പോൾ ഈ സ്റ്റീറിങ്ങിൽ താളം പിടിച്ചുകൊണ്ടിരുന്ന ആൽബർട്ട് പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണർന്നിട്ട് അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ബെഡ്ഷീറ്റും ഈ പില്ലോയുമൊക്കെ? നമ്മളവിടെ സ്ഥിരതാമസത്തിന് പോവുകയല്ലല്ലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം മറന്നു. നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം പോലും കിട്ടിയില്ല. ഒരു രാത്രി മുഴുവൻ നമുക്ക് ഈ കാറിനകത്ത് സ്റ്റേ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി. അന്ന് തണുത്ത് വിറച്ച് താങ്കളും എൻ്റെ കൂടെ ഇരുന്ന ആ കാര്യം താങ്കൾ ഓർക്കുന്നില്ലേ? പെട്ടെന്ന് ആൽബർട്ട് നിശബ്ദനായി. ശരിയാണ്, അങ്ങനൊരു സംഭവം ഉണ്ടായി. എന്തായാലും ആ സ്ത്രീ, അവരുടെ പേര് റീത്ത എന്നാണ്. അവർ പറഞ്ഞു, നമ്മളല്ലല്ലോ ചുമക്കുന്നത്, വണ്ടിയല്ലേ ചുമക്കുന്നത്, അതിനാ വണ്ടിക്കകത്ത് കിടന്നോട്ടെ. പിന്നെ ആൽബർട്ട് ഒന്നും പറഞ്ഞില്ല. വീണ്ടും അവർ അകത്തി ചെന്നിട്ട് ആ പാക്ക് ചെയ്ത സാധനങ്ങളും മിഠായികളും ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വേണ്ട അത്യാവശ്യം ചില സാധനങ്ങളെല്ലാം അവർ പാക്ക് ചെയ്തെടുത്തു. അതെല്ലാം കൊണ്ട് അവർ തിരിച്ചു വന്ന് വാനിലേക്ക് കയറി. അങ്ങനെ അവർ അവിടെ നിന്നും ഒരു യാത്ര തുടങ്ങുകയാണ്. ഒരു നീണ്ട യാത്ര. അവർക്ക് കവർ ചെയ്യാനുള്ളത് ഏകദേശം 1900 കിലോമീറ്ററിന് മുകളിൽ അവർക്ക് യാത്ര ചെയ്യാനുണ്ട്.
അത്ര ലോങ്ങായിട്ടുള്ള ഒരു യാത്രയാണ്. എങ്ങോട്ടാണ് അവർ ഇത്രമാത്രം തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നത്? അമേരിക്കയിലുള്ള ലാസ് വേഗസ്, നെവോഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊമേഴ്ഷ്യൽ ട്രേഡ് ഷോയ്ക്ക് വേണ്ടിയാണ് അവർ പുറപ്പെടുന്നത്. അങ്ങനെ അവർ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങി അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ റീത്ത എന്ന് പറയുന്നതായ ഈ ആൽബർട്ടിൻ്റെ ഭാര്യ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് ഒരിക്കലും ഒരു വിരസത അനുഭവപ്പെടാറില്ല. കാരണം റോഡിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല നിശ്ചയമാണ്. ഏത് പുതിയ വഴി കണ്ടാലും അദ്ദേഹം പറയും ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, അവിടെ ചില പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ വഴിയിലുള്ള സകല കാഴ്ചകളെക്കുറിച്ചും അയാൾ വിവരിക്കും. ഏതെങ്കിലും പുതിയൊരു വൃക്ഷത്തെ കണ്ടു കഴിയുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ച് അയാൾ സംസാരിക്കും. അല്ലെങ്കിൽ ചില മൃഗങ്ങളെക്കുറിച്ച് കാണുമ്പോൾ ആ മൃഗങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലമായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ റീത്തയ്ക്ക് ഒരിക്കലും ഈ ആൽബർട്ടിൻ്റെ കൂടെയുള്ള യാത്ര ഒരിക്കലും ഒരു ബോറിംഗ് അല്ല. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു. ആ സമയമായപ്പോൾ അടുത്ത് കണ്ട ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് ആൽബർട്ട് വണ്ടി ഓടിച്ചു കയറ്റി. അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഇന്ധനമെല്ലാം നിറച്ചു. അതിനുശേഷം അവർ അവിടെ കണ്ട ഒരു ഷോപ്പിൽ നിന്നും അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അതെല്ലാം വാങ്ങിയതിന് ശേഷം വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ഈ വഴിതെറ്റിപ്പോകാനിരിക്കാനുള്ള മുൻകരുതലൊക്കെ ആൽബർട്ട് എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇതൊരു പുതിയ അനുഭവമല്ല. പണ്ട് മുതൽ തന്നെ ഇങ്ങനെ യാത്ര ഇവർക്കുള്ളതാണ്. ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് യാത്രയ്ക്കുള്ള ഭൂപടം ഇയാളുടെ കയ്യിലുണ്ട്. GPS-ൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ടൊക്കെ വഴി നിശ്ചയമാക്കിയിട്ടാണ് അദ്ദേഹം എപ്പോഴും ഡ്രൈവ് ചെയ്യുകയുള്ളൂ. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഏകദേശം സമയം വൈകുന്ന ആ പരുവമായപ്പോൾ ഈ റീത്ത അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം. ഇനി അങ്ങോട്ട് മുഴുവൻ വളരെ ദീർഘദൂരം യാത്രയാണല്ലോ, അതുപോലെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമാണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് റീത്ത പറഞ്ഞു. എന്നാൽ ആൽബർട്ടിന് അത് വലിയൊരു താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റൊന്നാണ്. കാരണം വലിയൊരു വനത്തിൽ കൂടിയാണ് ഇനി അവർക്ക് യാത്ര ചെയ്യാനുള്ളത്. ഈ വനത്തിന് നടുവിൽ ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ പേര് ജാക്പോട്ട് എന്നാണ്. ആ പട്ടണത്തെക്കുറിച്ച് ഈ ആൽബർട്ടിൻ്റെ കൂട്ടുകാരൊക്കെ മുൻപ് വാദോരാതെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ നല്ല സ്ഥലമാണ്, നമുക്ക് സ്റ്റേ ചെയ്യാൻ വളരെ നല്ല സ്ഥലമാണ്, നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റാണ്, ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല എൻജോയ്മെൻ്റാണ് എന്നൊക്കെ അദ്ദേഹത്തെ മുന്ന് ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ ജാക്പോട്ട് എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് അദ്ദേഹത്തിന് എത്തണം. ലക്ഷ്യം അതാണ്. എന്നാൽ അതിനു മുമ്പ് കണ്ട മറ്റൊരു പട്ടണം റീത്ത കണ്ടപ്പോൾ റീത്ത പറഞ്ഞു, നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. ആ പട്ടണത്തിൽ അത്യാവശ്യം താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേകളൊക്കെ അവിടെയുണ്ട്. അതുമാത്രമല്ല
കുറേ ഷോപ്പിങ്ങിനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രഷായിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ആൽബർട്ട് അത് കേട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഈ ജാക്ക്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തണം. അദ്ദേഹം ആക്സിലേറ്ററിൽ കാല് വീണ്ടും അമർത്തിക്കൊണ്ട് വണ്ടി സ്പീഡിൽ വിടുകയാണ്. പിന്നെ അദ്ദേഹത്തോട് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ റീത്ത ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യുന്നത് ഹൈവേ നമ്പർ 97 റോഡിൽ കൂടിയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ ബോയ്സി എന്ന് പറയുന്നതായ ഒരു പട്ടണമുണ്ട്, ഒരു ചെറിയ പട്ടണം. അപ്പോൾ റീത്ത വിചാരിച്ചു അവിടെ ഒന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അതുമൊക്കെ വാങ്ങി വീണ്ടും യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ആൽബർട്ടിനോട് പറഞ്ഞു, ആൽബർട്ട്, നമുക്ക് അടുത്ത പട്ടണത്തിൽ എന്ന് വന്നാലും നമുക്കൊന്ന് ഇറങ്ങണം. ഏതായാലും ഇവിടെ സ്റ്റേ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അടുത്ത പട്ടണത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൽബർട്ട് അടുത്ത പട്ടണം കണ്ടപ്പോൾ, ആ പട്ടണത്തിൻ്റെ പേര് ബോയ്സി എന്നാണ്, അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ വീണ്ടും വാങ്ങിയിട്ട് അദ്ദേഹം അമേരിക്കൻ ഡോളറാണ് അവിടെ കൊടുത്തത്. അപ്പോൾ റീത്ത പറഞ്ഞു, അല്ല എന്തിനാ നമ്മൾ ഇപ്പോൾ ഈ ഉള്ള ഡോളറെല്ലാം നമ്മളിപ്പോൾ തീർക്കുന്നത്? നമ്മളിനി മുന്നോട്ട് ഡോളറിൻ്റെ ആവശ്യം നമുക്കുണ്ടല്ലോ. ഇപ്പം നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് എടുത്താൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ ആൽബർട്ട് അത് കേട്ടില്ല. അങ്ങനെ അവിടുന്ന് ആ സാധനങ്ങളും എല്ലാം വാങ്ങി പേയ്മെൻറ്റും ഒക്കെ നടത്തി വീണ്ടും അവർ യാത്ര ചെയ്യുകയാണ്. ആൽബർട്ടിൻ്റെ ലക്ഷ്യം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ജാക്ക്പോട്ട് എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് എങ്ങനെയും എത്തണം. ഇപ്പോൾ സമയം രാത്രിയാകാറായി. വണ്ടി ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് ആൽബർട്ട് ഈ GPS നോക്കിയപ്പോൾ വഴി നല്ല നിശ്ചയമുണ്ട്, വഴി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല കയ്യിലിരിക്കുന്ന ഭൂപടം നോക്കി. ഈ ഭൂപടത്തിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ഷോർട്ട് കട്ട് കണ്ടു. കാര്യം ഈ ജാക്ക്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ദൂരം യാത്രയുണ്ട്. ഈ ഹൈവേ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ വളരെ രാത്രിയാവും. പിന്നെ അവർക്ക് സ്റ്റേയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഒക്കില്ല. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ട് പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആൽബർട്ട് ഈ ഭൂപടത്തിൽ കണ്ട ആ ഷോർട്ട് കട്ടിലേക്ക് ആ GPS സഹായത്തോടെ അവിടെ കയറി. ആ ഷോർട്ട് കട്ടിൽ കൂടിയാണ് പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയം ഈ ഹൈവേയിൽ വെച്ച് തന്നെ ആൽബർട്ട് ഇനിയിപ്പം ഈ യാത്ര അവസാനിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കിയ റീത്ത വണ്ടി ഇരുന്ന് ഉറങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ നല്ല ഉറക്കത്തിലായി. എന്നാൽ എത്ര സമയം ഉറങ്ങി എന്നുള്ളത് റീത്ത അറിഞ്ഞില്ല. കുറേ സമയം അവർ ഉറങ്ങി. അങ്ങനെ ഉറങ്ങി ഒരു വലിയൊരു കുടുക്കം വണ്ടിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ല വണ്ടി ഷെയ്ക്ക് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് റീത്ത ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അവർ പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ വഴി വളരെ ഹൈവേ എന്നൊക്കെ മാറിയിട്ട് മണ്ണ് വഴിയിൽ കൂടിയാണ് ഇപ്പോൾ, റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചുറ്റും നോക്കിയപ്പോൾ വളരെയധികം അവർ ഭയപ്പെട്ടു. കാരണം ഇടതൂർന്ന വനങ്ങളാൽ തിങ്ങിയ ഒരു വഴിയിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം കാടിൻ്റെ ആ വന്യതയും വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ സൈഡിൽ നിൽക്കുന്ന ചെറിയ ചെറിയ ജീവികളെ കാണുമ്പോൾ അതിൻ്റെ കണ്ണുകൾ മാത്രമാണ് പ്രകാശിക്കുന്നത്. അതെന്ത് ജീവിയാണെന്ന് പോലും അറിയാൻ മേല. അപ്പം അങ്ങനെ
ആ കാടിൻ്റെ വന്യതയിൽ കൂടി വീണ്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീത്ത പെട്ടെന്ന് ആൽബർട്ടിനോട് ചോദിച്ചു, ആൽബർട്ട് എന്താണ് സംഭവിച്ചത്? നമ്മൾ എത്തിയില്ലേ, എത്താറായില്ലേ ഇതുവരെ? അപ്പോൾ ആൽബർട്ട് റീത്തയോട് പറയുകയാണ്, വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച വഴിയിൽ കൂടിയല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. റീത്തയാപ്പാടെ ഞെട്ടിപ്പോയി. അവർ പെട്ടെന്ന് വണ്ടിയുടെ ഫ്യൂവലിൻ്റെ അളവ് നോക്കി. വളരെ കുറഞ്ഞ് വരികയാണ്. ഇന്ധനവും കുറഞ്ഞു വരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, നിഗൂഢമായ സ്ഥലം, ആരെയും ഭയപ്പെടുത്തുന്നതായ സ്ഥലം. തങ്ങൾ ഏകദേശം വാർദ്ധക്യത്തോടെടുത്ത രണ്ട് ആൾക്കാർ. എന്തു സംഭവിക്കാവുന്ന ഒരു സമയം. എന്തായാലും ആൽബർട്ടിൻ്റെ ഉള്ളിലും വളരെയധികം ഭയമുണ്ടായി. പക്ഷേ അത് അദ്ദേഹം പുറത്ത് കാണിച്ചില്ല. അദ്ദേഹം വിയർത്ത് കുളിക്കുകയാണ്. വിയർത്ത് കുളിച്ചുകൊണ്ട് അദ്ദേഹം GPS എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഭൂപടത്തിൽ വീണ്ടും വീണ്ടും നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ വാഹനം മുന്നോട്ട് തന്നെ അദ്ദേഹം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. മുന്നോട്ട് ചെല്ലും തോറും വഴിയുടെ വീതിയൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവിടെ ആ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു രണ്ട് പിരിയുന്ന രണ്ട് വഴി അവിടെ വന്നു. അപ്പോൾ ആൽബർട്ടിന് അറിയില്ല ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആൽബർട്ടിന് അറിയില്ല, കാരണം പുതിയ വഴിയാണ്. അദ്ദേഹം അവിടെ വണ്ടി നിർത്തി. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും രണ്ട് വഴിയാണുള്ളത്. എന്തായാലും അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു, ഈ കാടിനുള്ളിൽ ഇവിടെ കിടക്കുന്നതിനേക്കാളും നല്ലത് ലെഫ്റ്റിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ആകുമ്പോൾ എന്തെങ്കിലും ആൾപ്പാർപ്പോ ആളുകളുടെ സഹവാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വണ്ടി ആ ലെഫ്റ്റിലോട്ട് എടുക്കുകയാണ്. അങ്ങനെ വണ്ടി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പേടിച്ച് വിറച്ചാണ് റീത്ത അതിനകത്ത് ഇരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഈ വണ്ടിയുടെ ശബ്ദം മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇവരുടെ ശ്വാസനിശ്വാസങ്ങൾ അതിൽ അലിഞ്ഞു പോവുകയാണ്. അങ്ങനെ വണ്ടി വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് ആൽബർട്ടിന് ഒരു കാര്യം മനസ്സിലായി. തങ്ങളിപ്പോൾ വന്ന മണ്ണ് റോഡ് ആണെങ്കിലും അത് നല്ല റോഡാണ്. പക്ഷെ മുന്നോട്ട് ചെല്ലും തോറും ആ റോഡ് വളരെയധികം ഇടുങ്ങി വരികയാണ്. കല്ലുകളും മുള്ളുകളും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്കാണ് വണ്ടി ചാടുന്നത്. അതും സ്പീഡിൽ പോകാനായിട്ട് സാധിക്കുന്നുമില്ല. വണ്ടി എടുത്തു വെച്ചതുപോലെയാണ് ഓരോ കല്ലിൽ നിന്നും ഓരോ കല്ലിലേക്ക് വണ്ടി ഉരുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിൽ ഭയവും നിരാശയും വേദനയും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ലെന്നുള്ള ഒരു തിരിച്ചറിവും എല്ലാം കൊണ്ടും ആകപ്പാടെ പരവശനായിട്ടാണ് ആൽബർട്ട് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും ആൽബർട്ടിനോട് ചോദിക്കാൻ റീത്ത മെനക്കെടുന്നുമില്ല. വീണ്ടും അദ്ദേഹത്തെ കൂടുതൽ പാനിക്കാക്കണ്ട എന്ന് റീത്ത വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. മുന്നോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഈ വണ്ടി അവിടെ എവിടെയോ ഒന്ന് സ്ട്രൈക്കായി നിന്നു. എവിടെയാണ് വണ്ടി സ്റ്റക്കായി നിന്നത്? വണ്ടി ആൽബർട്ട് എത്ര ശ്രമിച്ചിട്ടും വണ്ടി മുന്നോട്ട് പോകുന്നില്ല. ആൽബർട്ട് പതുക്കെ വണ്ടിയിൽ നിന്നിറങ്ങി പതുക്കെ ടയർ നോക്കിയപ്പോൾ വലിയൊരു കുഴിക്കകത്താണ് ടയർ പൊതിഞ്ഞുപോയി. ആ കുഴിയിലാണ് മുഴുവൻ ചെളിയും കട്ടകളും ഒക്കെ നിറഞ്ഞ് വണ്ടി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ടയർ അതിൽ ജാമായിപ്പോയി. ആൽബർട്ട് അവിടെ നിന്ന് പതുക്കെ വണ്ടി ഒന്ന് മുന്നോട്ട് എടുക്കുവാൻ വേണ്ടി ചില പരിശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് റീത്ത ചുറ്റും നോക്കിയപ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ചുറ്റുമുള്ളത്. പരിചയമില്ലാത്ത സ്ഥലം, തീർത്തും അപരിചിതമായ ഒരു കാട്,
കാടിൻ്റെ വന്യതയിൽ രാത്രിയിൽ നമുക്കറിയാം കാടിൽ നിന്ന് വരുന്നതായ ശബ്ദങ്ങൾ, കാടിൻ്റെ സൈലൻസിന് പോലും നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട് പറ്റും. അത്രമാത്രം വന്യതയുള്ള ആ കാട്ടിനകത്ത്, ആ കൊടും കാടിനകത്ത് ഈ സ്ത്രീയും ഈ ഈ ഏജ്ഡിനോടടുത്ത ഈ മനുഷ്യനും കൂടെ അവിടെ വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ഊഹവുമില്ല. പെട്ടെന്ന് ആൽബർട്ട് നോക്കുമ്പോൾ ഈ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഇവരെ കൊണ്ട് ഇട്ടിരിക്കുന്ന വണ്ടിയുടെ സൈഡിൽ വലിയ മലകളാണ്. വണ്ടിയുടെ നേരെ എതിർഭാഗം എന്ന് പറയുന്നത് വളരെയധികം താഴ്വരകൾ നിറഞ്ഞതായ ഒരു സ്ഥലവുമാണ്. മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ വണ്ടിക്ക് മുന്നോട്ടോ പോകാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ചെറിയ ഷോർട്ടായിട്ടുള്ള റോഡാണത്. അവിടെയാണ് ഇപ്പോൾ വണ്ടി പൊതിഞ്ഞു കിടക്കുന്നത്. ഒരു സഹായത്തിന് പോലും ഒരാളെ വിളിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലം. മൊബൈൽ എടുത്ത് നോക്കി, മൊബൈലിനകത്ത് സിഗ്നലൊന്നും കിട്ടുന്നുമില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. വളരെയധികം ഒരു ഭയാനകമായ ഒരവസ്ഥ, എന്തു ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥ. എന്തായാലും റീത്ത പറഞ്ഞു, ഇനിയിപ്പോൾ രാത്രിയിൽ നമ്മൾ ഈ വണ്ടി കയറ്റുവാനുള്ള ശ്രമം വേണ്ട, കാരണം നമുക്കറിയാൻ മേലാത്ത സ്ഥലമായതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വണ്ടിക്കകത്ത് കയറിയിരുന്നു. റീത്ത ആ പാടെ പരവശയാണ്, ഭയം നിറയുന്നുണ്ട്, സകല ആശകളും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. പക്ഷേ ആ സ്ത്രീ അത് പുറത്ത് കാണിക്കുന്നില്ല. ഭർത്താവിൻ്റെ അവസ്ഥയാണെങ്കിൽ അതിലും വളരെ ദയനീയമായ അവസ്ഥയാണ്. എന്തായാലും അവർ ആ രാത്രി അവിടെ അല്പം ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ട് ആ രാത്രി അവർ അവിടെ ചെലവഴിച്ചു. ആൽബർട്ട് ചിന്തിച്ചു, രാവിലെ തന്നെ എങ്ങനെയും ഉണർന്ന് വണ്ടി കയറ്റാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഉറങ്ങാൻ കിടന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു അപരിചിതമായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരു കാട്ടിനകത്ത് നമുക്ക് സ്വസ്ഥതയോടെ ഉറങ്ങുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. സത്യത്തിൽ ആ രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും പ്രഭാതമായപ്പോൾ ഈ പ്രഭാത സൂര്യൻ്റെ പ്രകാശം വണ്ടിയുടെ ചില്ലിലടിച്ച സമയത്ത് തന്നെ ആൽബർട്ട് അവിടെ നിന്ന് ഉണർന്നു, എഴുന്നേറ്റ് വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അദ്ദേഹം ചുറ്റും നോക്കി. അഗാധമായ കുഴിയാണ് ഒരു വശത്ത് മലനിരകളുമാണ്. എന്തായാലും അദ്ദേഹം വണ്ടിയിൽ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ടയർ ഈ കുഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് കയറ്റി മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹം വീണ്ടും പരിശ്രമം തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അവസാനം അയാൾ എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീയോട് പറയുകയാണ്, അല്ലെങ്കിൽ ഈ റീത്തയോട് പറയുകയാണ്, നമ്മളിനിയിപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല, നമുക്കെന്തായാലും ഇവിടെ നിന്ന് നമുക്കൊന്ന് നടന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. എന്തായെന്ന് പറഞ്ഞാലും ആരെങ്കിലും ആൾപ്പാർപ്പൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ പട്ടിണി കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവിടെ നമ്മൾ ചത്തുപോകും എന്ന് പറഞ്ഞിട്ട് ഈ ആൽബർട്ട് റീത്തയുമായിട്ട് അവിടുന്ന് മുന്നോട്ട് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം നടക്കുന്നതിന് മുമ്പ് ഈ ആൽബർട്ട് പറഞ്ഞു, ആൽബർട്ടിൻ്റെ കയ്യിലുമുണ്ട് മൊബൈൽ, റീത്തയുടെ കയ്യിലും മൊബൈലുണ്ട്. രണ്ടുപേരും അവരവരുടെ, റീത്ത ആൽബർട്ടിൻ്റെ ചിത്രവും പകർത്തി, ആൽബർട്ട് റീത്തയുടെ ചിത്രവും പകർത്തി. എന്ന് പറഞ്ഞാൽ ഇവർ ഈ കാട്ടിനകത്തൂടെയാണ് പോകുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കാട്ടിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം വഴി തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അഥവാ വഴി തെറ്റിപ്പോയാൽ തന്നെ
ആരെയെങ്കിലും കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കൂടെ വന്ന എൻ്റെ സ്ത്രീ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് ആൽബർട്ടിന് റീത്തയെ കാണിക്കാം. അല്ലെങ്കിൽ റീത്തയാണ് ആൾക്കാരുടെ മുമ്പിൽ പെടുന്നതെങ്കിൽ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആൽബർട്ടിൻ്റെ ചിത്രം കാണിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പരസ്പരം മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയത്. അങ്ങനെ ഇവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആൽബർട്ട് റീത്തയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇതുപോലുള്ള ഒത്തിരി ത്രില്ലിങ് ഉള്ള അനുഭവത്തിൽ കൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്, അവരൊക്കെ തിരിച്ചു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മളും തിരിച്ചു വരും, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശ്വാസ വാക്കുകളൊന്നും റീത്തയെ ആശ്വാസം കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. റീത്തയ്ക്കാണെങ്കിൽ കാലിന് വളരെയധികം വേദന, മുട്ടിനൊക്കെ വേദനയുള്ള ഒരു സ്ത്രീയുമാണ്. അതിന് പെയിൻ കില്ലറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുമാണ്. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെ ആശ്വാസവചനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്കതൊരു ആശ്വാസമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അവർ രണ്ടുപേരും മുന്നോട്ട് നടന്നു. ഏകദേശം കുറേ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു കാര്യവും നടക്കുന്നില്ല. കാരണം ആൾപ്പാർപ്പിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. കാടിൻ്റെ ഉള്ളറയിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭയം ആ സ്ത്രീയെയും ആ മനുഷ്യനെയും കാർന്നു തിന്നാൻ തുടങ്ങി. കാരണം വന്യമൃഗങ്ങളൊക്കെ അനവധിയുള്ള സ്ഥലമാണ്. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ മൃഗങ്ങളുടെ ആഹാരമായി തീരും. അതുകൊണ്ട് തിരിച്ച് തന്നെ കാറിൻ്റെ അവിടെ തന്നെയാണ് സേഫ് എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അവർ കാറിൻ്റെ അങ്ങോട്ട് തിരിച്ച് വരികയാണ്. അവർക്ക് വളരെ ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ആഹാരത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയുമാണ്. ഇങ്ങനെ ഒരു സംഭവം അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവർ വീണ്ടും കാറിൻ്റെ അടുത്ത് വന്നു. കാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവർ ആ ഒരു ദേഷ്യവും ആ ഒരു നിരാശയും ആ ഒരു ആശകെട്ട ഒരു അവസ്ഥയെല്ലാം കൂടെ ഈ ആൽബർട്ടിനെ വീണ്ടും കോപാകുലനാക്കി. അദ്ദേഹം വീണ്ടും തൂമ്പായും കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ മണ്ണ് വെട്ടാനും കല്ലുകൾ മാറ്റാനും ഒക്കെയുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറേ മണിക്കൂറുകളുടെ അധ്വാനം മൂലം അദ്ദേഹത്തിന് വണ്ടി അവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ടായി. ആ കുഴിയിൽ നിന്ന് പതുക്കെ വണ്ടി മുന്നോട്ട് അദ്ദേഹം ഒന്ന് കയറ്റി. പെട്ടെന്ന് മനുഷ്യൻ്റെ ഒരു അവസ്ഥ വളരെ വിചിത്രമാണല്ലോ. ആ ഒരു ആൻസൈറ്റീസും ആ ഒരു ഇതും എല്ലാം കാരണം പെട്ടെന്ന് അദ്ദേഹം വണ്ടി വെട്ടിച്ചപ്പോൾ വീണ്ടും ആ വണ്ടി അദ്ദേഹം ആദ്യം കിടന്ന ആ കുഴിയുടെ സൈഡിൽ നിന്നും വീണ്ടും ആ കൊക്കയുടെ ഒരു സൈഡിലേക്ക് വണ്ടി ഊർന്നിറങ്ങി അങ്ങോട്ട് പോയി. വണ്ടി ഊർന്നിറങ്ങി പോയത് കൊണ്ട്, കുത്തനെ ഇറങ്ങിയത് കൊണ്ട് വണ്ടി മറിഞ്ഞില്ല. പക്ഷേ വണ്ടി കുറച്ച് അങ്ങോട്ട് റോഡിൽ നിന്നും താഴേക്ക് കുറച്ച് ഇറങ്ങി. ആദ്യത്തെ കഴിഞ്ഞും വലിയൊരു അവസ്ഥയിലേക്ക് ആ വണ്ടി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വീണ്ടും നിരാശയും വേദനയും എല്ലാമായിട്ട് വീണ്ടും അവർ അവിടെ ഇരിക്കുകയാണ്. ആ വണ്ടിയിൽ സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 ദിവസം കഴിഞ്ഞു അവരവിടെ അകപ്പെട്ടിട്ട്. അവരുടെ കയ്യിലെ ഭക്ഷണമൊക്കെ തീർന്നു. അപ്പോൾ ആൽബർട്ട് റീത്തയോട് പറഞ്ഞു, ഞാനിവിടെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വെള്ളം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ താഴ്വരയിലേക്ക് ഇറങ്ങി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു അരുവി അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം റീത്തയോട് മടങ്ങി വന്ന് പറഞ്ഞു, ഇവിടെ വെള്ളം കിട്ടാനുള്ള ചെറിയൊരു അരുവിയുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ അങ്ങനെ ഇറങ്ങിപ്പോകണം, താങ്കളെ കൊണ്ട് തന്നെ ഇറങ്ങിപ്പോവുക നടക്കില്ല. അതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും അവർ ആ ഡ്രൈ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് 2-3 ദിവസം അവരവിടെ നിന്നു. പല രീതിയിലും പലരെയും കോണ്ടാക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു. എന്നാൽ ഒന്നും നടന്നില്ല. അവസാനം ആശയറ്റവനായിട്ട് ആൽബർട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, റീത്ത,
ഇനി നമ്മളിങ്ങനെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മുന്നോട്ട് പോകാം. താങ്കൾക്ക് കാലിന് വേദന ഉള്ളതുകൊണ്ട് താങ്കൾ വരണ്ട, ഞാൻ മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും ഒരു മനുഷ്യപ്പാർപ്പുള്ളതോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതുവരെ താൻ ഈ കാറിനകത്തിരിക്കണം. താൻ രാത്രിയിൽ ഈ കാറിന് പുറത്തിറങ്ങരുത്. പിന്നെ കുറേ നിർദ്ദേശങ്ങളാണ് ആൽബർട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. ആൽബർട്ട് ഭാര്യയോട് പറയുകയാണ്, രാത്രിയിൽ എന്തു വന്നെന്ന് പറഞ്ഞാലും പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ പകൽ പുറത്തിറങ്ങിയാൽ തന്നെയും വളരെ സൂക്ഷിച്ച് വേണം പുറത്തിറങ്ങാൻ. കാരണം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, കാടിൻ്റെ നടുവാണ്, നടുക്കുള്ള പ്രദേശമാണ്, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാൻ മേലാത്തൊരു സ്ഥലമാണ്. റീത്തയ്ക്ക് ഉള്ളിൽ ഭയമുണ്ടായി. പക്ഷേ മറ്റു നിർവാഹമൊന്നുമില്ല. എന്തു ചെയ്യാൻ പറ്റും? ആൽബർട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് റീത്തയോട് പറയുകയാണ്, നമുക്ക് വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഏറ്റവും വലിയ മുഖ്യമെന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വെള്ളമാണല്ലോ. വെള്ളം കിട്ടിയില്ലേ മനുഷ്യൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാവും. അപ്പോൾ ആൽബർട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നല്ല മഞ്ഞുവീഴ്ചയുള്ള സമയമാണല്ലോ. അപ്പോൾ ഈ രാത്രിയിലെ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന മഞ്ഞെല്ലാം ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് അത് രാവിലെ വെയിലുദിക്കുമ്പോൾ വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് അത് ഉരുക്കി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തനിക്ക് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്തുനിന്ന് കിട്ടും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ വളരെയധികം കുറച്ച് ഉപയോഗിക്കുക. അത്യാവശ്യത്തിന് മാത്രം, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമേ ഭക്ഷണം, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയെല്ലാം കുറേ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുകയാണ്. അങ്ങനെ നിർദ്ദേശമെല്ലാം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ കയ്യിലിരിക്കുന്ന ആ മൺവെട്ടി എടുത്തുകൊണ്ട് ഈ വണ്ടിയുടെ പുറകിലേക്ക് പോയി. പുറകിൽ പോയിട്ട് ഒരു 5-6 കുഴിയെടുത്തു, ചെറിയ കുഴി. ഈ ചെറിയ കുഴി എടുത്തിട്ട് അദ്ദേഹം ഈ റീത്തയോട് പറഞ്ഞു, നിനക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഞാനിവിടെ ഒരുക്കുന്നത്. ഈ 5-6 കുഴിയുണ്ട്. നീ അത് ചെയ്തു കഴിയുമ്പോൾ മണ്ണിട്ടത് മൂടിയേക്കണം. കാരണം ഇത് കൊടും കാടായതുകൊണ്ട് മനുഷ്യൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ, അല്ലെ മനുഷ്യൻ്റെ വിസർജന മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ ആക്രമിക്കാൻ, കരടി പോലുള്ള വലിയ മൃഗങ്ങൾ ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂടിക്കളഞ്ഞേക്കണം. ഏകദേശം 5-6 കുഴി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ നിനക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ തിരിച്ച് മടങ്ങി വരും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, തീരെ നിർവാഹമില്ലെങ്കിൽ ഞാൻ നിനക്ക് വെള്ളം എടുക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ കൊണ്ട് കാണിച്ചു കൊടുത്ത അരുവി കാണിച്ചു കൊടുത്തു. അത്യാവശ്യമെങ്കിൽ മാത്രമേ ഇവിടെ വരാവുള്ളൂ, അത് പകൽ നേരത്ത് മാത്രമേ വരാവുള്ളൂ എന്നെല്ലാം പറഞ്ഞ് എല്ലാം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും ആ GPS-ഉം പിന്നെ അത്യാവശ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം, ബാക്കി മുഴുവൻ അവിടെ വെച്ചു എടുത്ത് അദ്ദേഹം അവിടുന്ന് ഒരു പേനായും കുറച്ച് കടലാസ് കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. അദ്ദേഹം യാത്ര പറഞ്ഞ് വളരെയധികം വിഷമത്തോടെയാണ് പോകുന്നത്. അദ്ദേഹം ആ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വികാരത്തിൻ്റെ ഒരു വേലിയേറ്റമുണ്ടായി. ഒരുപക്ഷെ താനിനിയും മടങ്ങി വരില്ലേ എന്നൊരു ചിന്ത, ഒരു അപായ ചിന്ത, അപായമണി പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഉലച്ചുകൊണ്ടിരുന്നു. എന്തായാലും അത് പുറത്ത് കാണിച്ചില്ല, ഉള്ളുവിങ്ങി. അദ്ദേഹം ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് അവർക്ക് ചുംബനമൊക്കെ കൊടുത്ത് അദ്ദേഹം അവിടുന്ന് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മടങ്ങി വരും, ദൈവം നിന്നെ കാത്തുകൊള്ളും. മനുഷ്യൻ അസാധ്യം, പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. നീ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച്
നീ കാറിനകത്തിരിക്കുക, ദൈവം നമ്മളെ സഹായിക്കും എന്ന ചില ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ റീത്ത അയാളെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഉള്ളിലും ഒരു വിങ്ങലുണ്ടായി. ഇനിയും തൻ്റെ ഭർത്താവിനെ തനിക്ക് കാണാൻ ഒക്കുമോ? താൻ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയും വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബം, വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്ത ഒരു കുടുംബം, മക്കളും കൊച്ചുമക്കളുമൊക്കെ ഉള്ള ഒരു കുടുംബം ഈ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയല്ലോ. അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ റീത്തയ്ക്ക് തൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം കാണുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഓരോ മലകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് താഴോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ മല കയറുമ്പോഴും അദ്ദേഹം അവിടെ തിരിഞ്ഞു നോക്കും. റീത്ത അവിടെ നിൽപ്പുണ്ട്. 2 മിനിറ്റ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും മുന്നോട്ട് നടക്കും. അങ്ങനെ അവസാന മലയും അദ്ദേഹം കയറി ഇറങ്ങുകയാണ്. അപ്പോൾ റീത്ത ഓടി, കാലിന് വയ്യെങ്കിലും ഓടി ആ ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് അദ്ദേഹം അങ്ങ് വിദൂരതയിൽ മറയുന്നത് വരെയും നോക്കി നിന്നു.